ഹായ്, നമസ്കാരം. ഇന്ന് കുറച്ച് ഗൗരവമുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വീട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ കാണണം. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സൈറ്റിൽ ടൈലിടാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ നമ്മളൊരു ചെറിയൊരു ഹോള് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഹോള് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്ത് അടിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ വലിയൊരു കുഴിയാണ് അവിടെ ഉണ്ടായത്. വലിയൊരു കുഴി. അതോ പുതിയ സൈറ്റാണ്, പുതിയ കോൺക്രീറ്റും നല്ല സ്ട്രോങ്ങിലാണ് അവർ കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അടിയിൽ മണ്ണ് നല്ല ഫില്ലായിട്ടില്ല. ഞങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, വീട്ടിൽ തറ നിറയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് തറ നിറയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ തറയിൽ മണ്ണ് ഫില്ലായതിൻ്റെ ശേഷം മാത്രം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് തീരെ സമയമില്ലാതെ ഓരോരുത്തർ വീടെടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ കാണുന്നത്. മെയിനായിട്ട് ഇതിപ്പോൾ ഒരു ഹോള് തൊട്ടപ്പുറത്ത് നമ്മൾ ഒന്നുകൂടി അതേപോലെ കണ്ടപ്പോൾ അവിടെ ഒന്ന് പൊളിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരാളെ കാല് വരെ ഇതായിട്ട് പോകാൻ പാകത്തിലുള്ള ഹോളാണ് അവിടെ കണ്ടത്. ഒരു ഹോൾ തന്നെ നിറയ്ക്കാൻ നമുക്ക് 1.5 ചാക്ക് മണ്ണോളം വന്നിട്ടുണ്ട് അവിടെ. നമ്മൾ പുറത്തുനിന്ന് എടുത്ത് അതിൽ മണ്ണിട്ട് വെള്ളമടിച്ച് ഓസ് ഒക്കെ വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് മാത്രമാണ്, കാണാതെ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. കുറേ സ്ഥലത്ത് കോൺക്രീറ്റ് നല്ല സ്ട്രോങ്ങിൽ ചെയ്തതിനെ കൊണ്ട് ഇപ്പോഴൊന്നും പൊട്ടാൻ സാധ്യത ഉണ്ടാവില്ല. ബൈ ചാൻസ് കുറേ കഴിയുമ്പോൾ ഒരു വർഷമൊക്കെ കൊണ്ട് നല്ല കൊണ്ടൊക്കെ ചാടിപ്പോയി മണ്ണൊക്കെ നന്നായിട്ട് പോയിട്ട് കോൺക്രീറ്റ് പൊട്ടി താഴോട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ, സാധാ കോൺക്രീറ്റ് ആണല്ലോ, കമ്പിയിട്ട് വാർക്കുന്ന കോൺക്രീറ്റ് അല്ല, നിലം കോൺക്രീറ്റ് അങ്ങനെ ആരും ചെയ്യല്ലല്ലോ. അപ്പോൾ നമ്മുടെ മാർബിൾ എത്ര വില കൂടിയ മാർബിളാണെങ്കിലും അത് താഴോട്ട് പോകാനും നമ്മുടെ മൊത്തം നമുക്ക് നല്ലൊരു സംഖ്യ ബഡ്ജറ്റ് ലോസ് ആവാനും സാധ്യത കൂടുതലാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യാം, പൊട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ എന്തെങ്കിലും ചുമരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചെയ്യാം. പക്ഷെ തറ നമ്മൾ മണ്ണ് നന്നായിട്ട് ഫില്ല് ചെയ്യുക തന്നെ വേണം. എത്ര തിരക്കാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എത്ര നമ്മൾ ഡേറ്റ് ഉറപ്പിച്ചിട്ട് കുടിൽക്കലൊക്കെ പരിപാടിയൊക്കെ വെച്ചിട്ട് തറ ആ ലെവലിലൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. വീടിൻ്റെ തറ നിറയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും തറ നിറച്ച് നല്ല മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ ബേസിന് തറ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ചിലപ്പോൾ അതേ മാച്ചായി വന്ന മാർബിളാണെങ്കിൽ മാർബിൾ കിട്ടുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരും. ആകെ വൃത്തികേടായി പോകും. ചിലപ്പോൾ മൊത്തം ഫ്ലോറും മാറ്റി ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ഇത് നിങ്ങളറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് ആരെങ്കിലും വീട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് പറയാം എങ്ങനെ ശ്രദ്ധിക്കുക. മണ്ണ് കുറച്ച് സമയം എടുത്തിട്ട് മണ്ണ് നല്ലോണം ഫില്ല് ചെയ്തതിൻ്റെ ശേഷം മാത്രം കോൺക്രീറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ വീടിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പുതിയ വരുന്ന മോഡലുകൾ, അതേപോലെ തന്നെ മാർബിളിൻ്റെ വർക്കുകളെ കുറിച്ചിട്ടും പിന്നെ ക്ലീനിങ്ങിനെ കുറിച്ചിട്ടും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ മേലുള്ള വീഡിയോകളിലൊക്കെ ക്ലീനിങ്ങിനെ പറ്റിയിട്ടും ടൈലെങ്ങനെ ക്ലീൻ ചെയ്യണമെന്നും മാർബിൾ എങ്ങനെ ക്ലീൻ ചെയ്യണം, മാർബിൾ എടുക്കുമ്പോൾ എന്തൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനും വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കിനെ കുറിച്ച് പറയാനൊക്കെ ആയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജായിട്ട് അയയ്ക്കുക. അത് ബാക്കിയുള്ളവർ വായിച്ച് മനസ്സിലാക്കിക്കോളും. അപ്പോൾ അവരോട് അങ്ങനെ പറയാനുള്ളൂ. ഇത് ആരെ കാരണം കൊണ്ട് വന്നോ എന്തോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില സൈറ്റിൽ വീട്ടുകാർ തന്നെ മണ്ണ് നിറയ്ക്കുന്ന സൈറ്റുണ്ട്. പിന്നെ പണിക്കാർ വന്ന് കോൺക്രീറ്റ് ഇത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വർക്കിന് വന്നപ്പോൾ ഇങ്ങനെ കണ്ട് നിങ്ങളെ അറിയിക്കണം തോന്നി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.